ബൈ ബൈ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തേയില്ല. നോക്ക്, ഇനി എന്ത് ജോലി ബാക്കിയുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇന്ന് എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. അത് ആദ്യം ഒന്ന് തീർക്കണം എനിക്ക്. ഓക്കെ അല്ലേ? ബൈ. എന്റെ മുത്താണ്. വീട്ടിൽ പോണ സമയമായല്ലോ. ഇവനത് എന്ത് ചെയ്തോണ്ടിരിക്കുക? എടാ പാർത്ഥസാരഥി, ആരെങ്കിലും നോക്കുമ്പോ എന്റെ അമ്പോ പാർത്ഥസാരഥി എന്തൊരു സിൻസിയർ ആയിട്ടാ ജോലി ചെയ്യുന്നേ എന്ന് ആലോചിക്കുമല്ലോ നിന്നെ കാണുമ്പോ. നീ ഇവിടെ എന്താ ആലോചിച്ചിരിക്കണം? മാറ്റടാ. എന്താ നിന്റെ ചെവിയിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് മാറ്റാൻ. എന്താണ് കാര്യം? എടാ വൃത്തിയോട്ടവനെ, നിന്നോട് ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഏതോ ഊള പ്രോഗ്രാം വെച്ചിട്ട് അതും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. എടാ, നിന്നെ പോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് ഇവിടെ ഉള്ളവര് എന്നെ പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരോടൊന്നും ഒരു ബഹുമാനം കാണിക്കില്ല. അടിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യടാ. അയ്യോ, സമയമായല്ലോ. എന്റെ പൊന്നു കൂട്ടുകാരാ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി നോക്കാൻ പറ്റില്ല. എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ ഒന്ന് വെറുതെ ഇരിക്കേ പോ. അങ്ങനെ ആയിക്കോട്ടെ തമ്പുരാനെ. ഞാനൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവരാം. അത് വീട്ടിലേക്ക് കൊണ്ടുപോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. സന്തോഷമായില്ലേ? പണിയെടുക്കണം. ചുമ്മാ ഇരിക്കടാ. കളിക്കാവൻ വലിയ ജോലിക്കാരി. മര്യാദക്ക് പണിയെടുക്കണം. ആ മിസ്റ്റർ ഗണേഷ് ഗണപതി, വലിയ ബഹുമാനം കാണിച്ച സമയം കളയാതെ ഇരുന്നോടെ പണിയെടുക്കാൻ നോക്കില്ലേ? സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവത്താളം നീ പ്രണയിനി. ഓ അയ്യോ, എന്താ ഞാനീ കാണുന്നത്? കാലത്ത് എഴുന്നേറ്റ് കറന്നെടുത്ത് നല്ല ഫ്രഷ് പാൽ കൊണ്ടുണ്ടാക്കിയ ഫ്രഷ് പാൽഗോവ പോലെയല്ലേ ഇരിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഇവളെ പോലെ തന്നെ ഇരിക്കുന്ന നല്ല അഴകുള്ള കുഞ്ഞു വാവയുടെ അച്ഛനായി മാറണം എനിക്ക്. ഓയോ, നീലരാവിലൻ സ്നേഹവീതിയിൽ മമത്തോഴിയായി വാ പ്രിയമയീ. ഓ ആ ഒലിച്ചു വരുന്ന ആദ്യം തുടക്കി. അത് ഒലിച്ചിറങ്ങി വന്നതല്ല, നേരത്തെ വെള്ളം കുടിച്ചതിന്റെ ബാക്കിയാ. ഇപ്പോഴത്തെ തന്റെ പ്രോബ്ലം എന്താ? പ്രോബ്ലം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി ഇന്ന് എന്റെ ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തേ. അതുകൊണ്ട് തനിക്ക് എന്തായാലും നേരത്തെ വീട്ടിൽ പോണല്ലോ. അപ്പോ നമുക്ക് ചേർന്നങ്ങ് പോയാ പാനിപ്പൂരിയൊക്കെ തിന്ന് വീട്ടിൽ പോവാൻ. പാനിപ്പൂരി? പിന്നല്ലാതെ, അത് മാത്രമേ ഇന്റൻഷൻ ഉള്ളൂ. വേറെ ഒരു ഉദ്ദേശമില്ല. തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാന്. കഷ്ടം. ഇതുപോലെ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് മനുഷ്യന്റെ ഊപ്പാട് ഇളകുമല്ലോ. മൊത്തങ്ങനെ വിളിച്ച സ്വഭാവം മാറും. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം ഇവിടെ നിൽക്കുന്നേ എന്താ? ഓ, ഒന്നും അറിയാത്ത പോലെയാണല്ലോ. ഞാൻ നിന്നെ കുറെ നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കായിരുന്നു. അല്ല, എന്നെ കാണുമ്പോൾ നിന്റെ ഒരു പെരുമാറ്റമേ ശരിക്കും നിന്റെ പ്രശ്നം എന്താന്ന് പറ. ദേ നോക്കിയാ മോളെ, നീ ഇനി എത്ര തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലും ഞാൻ നിനക്ക് വീഴുന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. ഐ ആം ഓൾറെഡി എൻഗേജ്ഡ്. ഒന്ന് പോടാ. എന്ത് ഇവൾക്ക് ഇത്ര ധൈര്യം? പോടി മത്തങ്ങ മൂർമ്മച്ചുള്ള അയ്യോ, താനെങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അവളെനിക്ക് സത്യം പറഞ്ഞ ഒരു അനിയതിയെ പോലെ. വെറുതെ ഇങ്ങനെ പൊസസീവ് ആവാതോ. ഇത് ശ്രീറാം കൺസ്ട്രക്ഷൻസിന്റെ ഫയലാ. എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കി എടുക്കണമെന്ന്. എങ്ങനെ ഒന്ന് തുടങ്ങാം? മാഡം, ഈശു മാഡം, അതായത് താനിപ്പോ ശരിക്കും ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ഈ ഈയിടെയായിട്ട് തന്റെ ചർമ്മം കണ്ട പ്രായം തോന്നിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതുകൊണ്ട് ആ സോപ്പ് ഞാനും യൂസ് ചെയ്താ എനിക്ക് അങ്ങനെ ആവാലോ.
ഡിസ്കസ്റ്റിംഗ്. ഇതെന്താ ഇതുവരെ റെഡിയാക്കാൻ റെഡിയാക്കാൻ വേണ്ടി ഞാൻ വിജയോട് പറഞ്ഞായിരുന്നല്ലോ. സർ അവൻ ക്യാബിനിൽ വന്ന് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല. ഐഷു മാഡം, താൻ ഈ തലയിലെ ഈ ജാസ്മിൻ ഓയിലാണോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? എനിക്കാണെങ്കിലേ മുല്ലപ്പൂവിന്റെ മണം എങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറി വരിക. ഹലോ. ഐശ്വര്യ, വിജയ് എവിടെ ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട് സർ. അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. Okay, sir. ഫോണിൽ സംസാരിക്കുമ്പോ Yeah, yeah. പോലും എന്റെ Almost there. ദേവതയുടെ ശബ്ദം Yeah. മാത്രം കേട്ടോ. I'll send you, sir. Bye. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി എടുത്തേ പറ്റൂ. സർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, പോവാമോ? ഹലോ, അങ്ങോട്ട് ചെല്ലാൻ. ഏത് സാറ്? CEO സാറ് തന്നെ. ഏറ്റമ്മേ, ചെല്ല്. സിഇഒ സാറാ? അദ്ദേഹം നേരത്തെ ജോലി ചേർത്ത് വീട്ടിലേക്ക് പോയതല്ലേ? Please, എനിക്ക് ജോലി തീർക്കാനുണ്ട്. Go fast. ഓക്കേന്നേ, ഓക്കെ, ഞാൻ പോയിക്കോളാന്നേ. ഇവരൊക്കെ എന്തിനാണ് ഈ ഓഫീസിൽ വരുന്നത് എന്തോ? നോൺസെൻസ്. അല്ല, എന്തൊക്കെയായാലും ഇവിടുത്തെ സിഇഒ ഇത്രയും നേരമായിട്ടും വീട്ടിൽ പോവാതിരിക്കുന്നെന്താ? അതും എത്രയും പെട്ടെന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞതിനായിരിക്കും. അയ്യോ, ആരാണാവോ എനിക്കിട്ടുള്ള പാല വണത്തത്? അയാളായിട്ട് എനിക്ക് മണത്തറിഞ്ഞ് കണ്ടുപിടിച്ച വല്ല പ്രശ്നമാണോ, അതെങ്കിൽ ആരെങ്കിലും എനിക്കിട്ടുള്ള പണി ഉണ്ടാക്കിയതാണോ? എടി മത്തങ്ങേ, ആ നിക്ക് പറയട്ടെ. എന്താ? ഏ? എന്താന്നോ? അല്ല എന്താടി, അകത്തെ ആ കുളവേറിന്റെ അടുത്ത് എന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ? ശരി, അതൊക്കെ പോട്ടെ. ആദ്യം അകത്തിയെന്ന് അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിന്റെ അടുത്ത് വന്ന് ഞാൻ ചോദിക്കാം. നീ എന്നോട് എന്ത് കാര്യം ചോദിക്കാനാ? നേരെ അകത്ത് പോയി കൈയോടെ വാങ്ങിക്കോ. എടി, നീ നിന്റെ പണി നോക്കി പോടി. എടാ, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. എന്താന്ന് പറഞ്ഞു? അകത്ത് കയറി പോടാ. അകത്ത് കേറി പോടാന്ന്. അപ്പൊ അവിടെ വരെത്തി. ആയിക്കോട്ടെ, നിന്നെ ഞാനേ പിന്നെ വന്ന് കണ്ടോളാട്ടാ. എന്റെ കൺമുമ്പിൽ നിൽക്കാതെ പോവാൻ നോക്കടി വേഗം. നിന്റെ കൺമുമ്പിൽ വന്ന് നിന്നാ നീ എന്ത് ചെയ്യും? എന്റെ സ്വഭാവത്തിലൊക്കെ അത് പിന്നെ അറിയാവുന്ന കാര്യല്ലേ. പോടാ.